ലോകം ഇന്ന് വലിയ അധികാര മാറ്റങ്ങൾക്കും വാശിയേറിയ വാക്പോരുകൾക്കും സാക്ഷ്യം വഹിക്കുകയാണ്. ഒരു വശത്ത് ഇറാനിൽ ജനകീയ പ്രതിഷേധങ്ങളെ തോക്കിൻ മുനയിൽ അടിച്ചമർത്തിക്കൊണ്ട് IRGC എന്ന നിഴൽ സൈന്യം ഭരണം പൂർണ്ണമായും കൈക്കലാക്കുമ്പോൾ, മറുവശത്ത് ദാവോസിലെ ലോക സാമ്പത്തിക ഫോറം കാനഡയും അമേരിക്കയും തമ്മിലുള്ള തുറന്ന പോർവിളിക്കാണ് വേദിയായത്. കാനഡ നിലനിൽക്കുന്നത് അമേരിക്കയുടെ ഔദാര്യത്തിലല്ല എന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ട്രംപിന് ചുട്ട മറുപടി നൽകിയ വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. എന്നാൽ ഈ രാഷ്ട്രീയ കലുഷിതമായ സാഹചര്യങ്ങൾക്കിടയിലും ആകാശസീമകൾ കീഴടക്കിയ ഇന്ത്യയുടെ അഭിമാന താരം സുനീത വില്യംസ് തന്റെ 27 വർഷത്തെ ഐതിഹാസികമായ കരിയർ അവസാനിപ്പിച്ച് നമ്മുടെ സ്വന്തം കേരളത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും നമുക്കുണ്ട്. അധികാരത്തിന്റെ തന്ത്രങ്ങളും അതിജീവനത്തിന്റെ പോരാട്ടങ്ങളും നിറഞ്ഞ ഈ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ടു ലൂക്ക. ഇറാനിൽ നിന്നൊരു ഗൗരവകരമായ വിഷയം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരേ ഒരു ചോദ്യം: ആരാണ് ശരിക്കും ഇറാനെ ഭരിക്കുന്നത്? വിയർത്തു നിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ, തെരുവുകളിൽ പുകയുന്ന പ്രതിഷേധങ്ങൾ, ഇതിനിടയിൽ ഇറാന്റെ യഥാർത്ഥ കടിഞ്ഞാൺ പിടിക്കുന്നത് ആരാണ്? സർക്കാരിന് മുകളിൽ മറ്റൊരു സൂപ്പർ പവർ വളർന്നു വരുന്നുണ്ടോ? ഷാഡോ ഫോഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന IRGC, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഇറാന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സിസ്റ്റം പൂർണ്ണമായും കൈക്കലാക്കുകയാണോ? ഖമേനിക്ക് ശേഷം ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിലേക്കാണോ ഇറാൻ പോകുന്നത്? ഈ ഒരു ഡീപ് സ്റ്റേറ്റ് രഹസ്യങ്ങൾ പരിശോധിക്കാം. നമുക്ക് ആദ്യം IRGC എന്താണ് എന്ന് നോക്കാം. ശരിക്കും ഇതൊരു സൈന്യം മാത്രമല്ല, ഇതൊരു സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് ആണ്. അതായത് ഗവൺമെന്റിന് മുകളിൽ പടർന്നു പന്തലിച്ച ഒരു നിഴൽ ഭരണകൂടമാണ് IRGC എന്ന് പറയുന്നത്. ഇറാന്റെ ഔദ്യോഗിക സംവിധാനങ്ങളെ പോലും മറികടക്കാൻ കെൽപ്പുള്ള ഒരു സമാന്തര ശക്തി. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇറാന്റെ റെഗുലർ ആർമിയെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വിഭാഗമാണിത്. പക്ഷേ ഇന്ന് അവർക്ക് സ്വന്തമായി ലാൻഡ്, നേവൽ, എയറോസ്പേസ് ഡിവിഷനുകളുണ്ട്. ഇതിനെല്ലാം പുറമെ ഇതിന് ശക്തമായ ഒരു ഇന്റലിജൻസ് വിങ്ങുമുണ്ട്. ഇറാന്റെ അതിർത്തികൾക്ക് പുറത്ത് ഓപ്പറേഷൻസ് നടത്തുന്ന ഖുദ്സ് ഫോഴ്സ് കൂടിയാകുമ്പോൾ IRGC ഒരു കംപ്ലീറ്റ് പാക്കേജായി മാറുന്നു. ഇറാൻ സൈന്യത്തിന്റെ ഏറ്റവും ശക്തവും നിഗൂഢവുമായ വിഭാഗങ്ങളിൽ ഒന്നാണ് ഖുദ്സ് ഫോഴ്സ് എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിലുടനീളം ഇറാൻ നടത്തുന്ന രഹസ്യ നീക്കങ്ങളിലും സൈനിക ഇടപെടലുകളിലും ഈ വിഭാഗം നിർണായക പങ്കുവഹിക്കുന്നു. ഇറാന്റെ വിദേശ നയങ്ങൾ സൈനിക കരുത്തിലൂടെ നടപ്പിലാക്കുന്ന ഒരു സുപ്രധാന വിഭാഗമാണിത്. ശരിക്കും ഇപ്പോൾ ഈ IRGCക്ക് ഗവൺമെന്റിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഓട്ടോണമി ഉണ്ട്. അതായത് ഭരണകൂടം എന്ത് തീരുമാനമെടുത്താലും ഈ IRGCയുടെ അനുവാദം ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇറാനിലുള്ളത്. ഇറാന്റെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം സക്സഷൻ ആണ്. സുപ്രീം ലീഡറായ ആയത്തുള്ള അലി ഖമേനിയുടെ പ്രായം ഇപ്പോൾ 90 അടുക്കുകയാണ്. സ്വാഭാവികമായും അദ്ദേഹം കഴിഞ്ഞാൽ ആര് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അധികാരം ചോർന്നു പോകാതിരിക്കാൻ IRGC വളരെ തന്ത്രപരമായ കരുനീക്കങ്ങളാണ് നടത്തുന്നത്. ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. ഇൻഫ്ലേഷൻ, തൊഴിലില്ലായ്മ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ഇതെല്ലാം ഇറാനിലെ യുവാക്കളെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റുകയാണ്. പക്ഷേ ഇത്രയും അധികം പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടും ഈ ഒരു സിസ്റ്റം തകരാത്തതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് IRGCയുടെ കടുത്ത നിയന്ത്രണമാണ്. ഖമേനിക്ക് ശേഷം തങ്ങൾക്ക് അനുകൂലമായ ഒരാളെ സുപ്രീം ലീഡറായി വാഴിക്കാനാണ് ഇവർ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഒരുപക്ഷെ ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി തന്നെ ആ സ്ഥാനത്തേക്ക് വന്നേക്കാനും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെറുതെ തോക്ക് കാണിച്ച് മാത്രമല്ല ഇവർ ഭരിക്കുന്നത്. ഇറാനിന്റെ ഇക്കണോമിയുടെ നട്ടെല്ല് പോലും ഇവരുടെ കയ്യിലാണ്. ഖതം അൽ അൻബിയ പോലുള്ള ഭീകരമായ ബിസിനസ് ഗ്രൂപ്പുകൾ വഴി ഇറാനിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, കൺസ്ട്രക്ഷൻ സെക്ടറുകൾ ഇവർ കൺട്രോൾ ചെയ്യുകയാണ്. വിദേശ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ സാങ്ഷനുകൾ ശരിക്കും സഹായിച്ചത് ഈ IRGC നെറ്റ്വർക്കിനെയാണ്. കാരണം ഒഫീഷ്യൽ ചാനലുകൾ ബ്ലോക്ക് ആയപ്പോൾ ഇവർ ഷാഡോ ഓയിൽ എക്സ്പോർട്സ് വഴിയും ഡിജിറ്റൽ അസറ്റുകൾ ഉപയോഗിച്ചും പണം ഉണ്ടാക്കാൻ പഠിച്ചു. സർക്കാരിന്റെ ബജറ്റിനെ ആശ്രയിക്കാതെ തന്നെ പ്രവർത്തിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനിൽ നാളെ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ പോലും ഈ സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് IRGCക്ക് ആധിപത്യം തുടരാൻ സാധിക്കും. ഇനി ഇതിന്റെ ഇന്റർനാഷണൽ ഇമ്പാക്ട് നോക്കാം. ലോകരാജ്യങ്ങൾ ഇറാന്റെ ന്യൂക്ലിയർ ഡീലുകളെക്കുറിച്ചും പ്രാദേശിക പോരാട്ടങ്ങളെക്കുറിച്ചും ചർച്ച നടത്തുമ്പോൾ അവർ ശരിക്കും ഡീൽ ചെയ്യുന്നത് ഈ ഗാർഡുകളോടാണ്. IRGC ഇപ്പോൾ ഇറാന്റെ സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇറാനിലെ ഭരണത്തിൽ മാറ്റം വന്നാലും അവരുടെ വിദേശ നയങ്ങളിൽ മാറ്റം വരുത്തുക എന്നത് അസാധ്യമായ കാര്യമാണ്. കാരണം IRGC എപ്പോഴും ഒരു കൺഫ്രണ്ടേഷൻ അഥവാ പോരാട്ടത്തിന്റെ പാത ഇഷ്ടപ്പെടുന്നവരാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറാനിലെ വരാനിരിക്കുന്ന ദിവസങ്ങൾ ശരിക്കും നിർണായകമാണ്. അധികാര കസേരയിൽ ആര് ഇരിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം, അതിനേക്കാൾ ഉപരി പുറകിൽ നിന്ന് ചരട് വലിക്കുന്ന IRGC എത്രത്തോളം ശക്തമായി തുടരും എന്നതാണ്.
തോക്കും പണവും അതിജീവന തന്ത്രങ്ങളും ഒരേപോലെ കയ്യിലുള്ള ഒരു വിഭാഗം ഭരണം നിയന്ത്രിക്കുമ്പോൾ ഇറാൻ ഒരു സമ്പൂർണ്ണ സൈനിക സ്വച്ഛാധിപത്യത്തിലേക്ക് മാറുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നേരിട്ടുള്ള പോരുമുറുകുകയാണ്. അമേരിക്ക ഉള്ളതുകൊണ്ടാണ് കാനഡ നിലനിൽക്കുന്നത് എന്ന ട്രംപിന്റെ പരിഹാസത്തിന് കടുത്ത ഭാഷയിലാണ് കാനഡ മറുപടി നൽകിയിരിക്കുന്നത്. ലോക സാമ്പത്തിക ഫോറം നടന്ന ദവോസിൽ വച്ചാണ് ഈ വൻ വിവാദത്തിന് തുടക്കമായത്. കാനഡ അമേരിക്കയുടെ ഫ്രീബി അഥവാ സൗജന്യങ്ങൾ പറ്റി ജീവിക്കുന്ന രാജ്യമാണെന്ന ട്രംപിന്റെ പ്രസ്താവന ഇപ്പോൾ വലിയൊരു ഡിപ്ലോമാറ്റിക് ക്രൈസിസ് ആയി മാറിയിരിക്കുകയാണ്. എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം? നമുക്ക് വിശദമായി നോക്കാം. സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെയാണ്. ദവോസിൽ വെച്ച് നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ മാർക്ക് കാർണി നടത്തിയ പ്രസംഗം ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചു. ലോകത്തിലെ വൻ ശക്തികൾ സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച് ചെറുകിട രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നും ഇതിനെതിരെ ഇടത്തരം രാജ്യങ്ങൾ ഒന്നിക്കണമെന്നുമാണ് കാർണി ആഹ്വാനം ചെയ്തത്. ഇതിന് മറുപടിയായി ട്രംപ് പറഞ്ഞത് വളരെ ഷാർപ്പായ വാക്കുകളായിരുന്നു. കാനഡയ്ക്ക് ഞങ്ങൾ ഒരുപാട് ഫ്രീബികൾ നൽകുന്നുണ്ട്, പക്ഷെ അവർക്ക് ഒട്ടും നന്ദിയില്ല എന്നായിരുന്നു ട്രംപിന്റെ പരാമർശം. മാത്രമല്ല, അമേരിക്ക ഉള്ളതുകൊണ്ടാണ് കാനഡ നിലനിൽക്കുന്നത് എന്ന് മാർക്ക് ഓർക്കുന്നത് നല്ലതാണ് എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇതിന് തൊട്ട് പിന്നാലെ കാനഡ നിലനിൽക്കുന്നത് അമേരിക്കയുടെ കരുണയിലല്ല, മറിച്ച് കനേഡിയൻ ജനതയുടെ കരുത്തിലാണ് എന്ന് കാർണി തിരിച്ചടിച്ചു. മാർക്ക് കാർണി തന്റെ പ്രസംഗത്തിൽ വളരെ ഗൗരവകരമായ ഒരു കാര്യം കൂടി പറഞ്ഞു. നിലവിലെ റൂൾസ് ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡർ അല്ലെങ്കിൽ നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ആഗോളക്രമം ഇപ്പോൾ പ്രായോഗികമായി അവസാനിച്ചിരിക്കുകയാണ്. വലിയ രാജ്യങ്ങൾ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സാമ്പത്തിക ഉപരോധങ്ങളും താരിഫുകളും ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ കാനഡയെ പോലെയുള്ള രാജ്യങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി കാനഡ ഇപ്പോൾ മറ്റു രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് ചൈനയുമായി പുതിയ വ്യാപാര കരാറുകൾ ഒപ്പിടുകയും പ്രതിരോധ മേഖലയിൽ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പ്രതിരോധ മേഖലയിൽ അമേരിക്കയും കാനഡയും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. എങ്കിലും ട്രംപിന്റെ പുതിയ ഗോൾഡൻ ഡോം മിസൈൽ ഷീൽഡ് പദ്ധതി കാനഡയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കടമ്പയാണ്. ഏകദേശം $175 ബില്യൺ ചിലവ് വരുമെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ ബ്ലൂംബർഗ് റിപ്പോർട്ടുകൾ പ്രകാരം ഇത് $1.1 ട്രില്യൺ വരെ ആയേക്കാം. നോർത്ത് അമേരിക്കയെ മൊത്തത്തിൽ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഈ ഗോൾഡൻ ഡോം ലക്ഷ്യമിടുന്നത്. ഇതിനായി കാനഡയും വലിയൊരു തുക മുടക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. കാനഡ ഇതിനോടകം തന്നെ നൊറാഡ് സംവിധാനം നവീകരിക്കുന്നതിനായി $38.6 ബില്യൺ കനേഡിയൻ അനുവദിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ട്രംപിന്റെ പുതിയ ഡിമാൻഡ് വരുന്നത്. ചുരുക്കത്തിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയൊരു പവർ ഷിഫ്റ്റ് നടക്കുകയാണ്. ട്രംപിന്റെ കർക്കശമായ നിലപാടുകളും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന മാർക്ക് കാർണിയെ പോലുള്ള നേതാക്കളും തമ്മിലുള്ള ഈ യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. സീമകൾക്കപ്പുറം ഇന്ത്യയുടെ യശസ് ഉയർത്തിയ ധീര വനിത, നാസയുടെ ഐതിഹാസിക ദൗത്യങ്ങളിലൂടെ ലോകത്തിന്റെ തന്നെ അഭിമാനമായി മാറിയ ബഹിരാകാശ സഞ്ചാരി. ബഹിരാകാശത്ത് 608 ദിവസങ്ങൾ പിന്നിട്ട് റെക്കോർഡ് നേടിയ ലോകത്തിലെ മികച്ച ആസ്ട്രോനോട്ടുകളിൽ ഒരാൾ സുനിത വില്യംസ്. അവർ തന്റെ 27 വർഷത്തെ ഐതിഹാസിക ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച ശേഷം ആദ്യം പറന്നിറങ്ങിയത് കേരളത്തിന്റെ മണ്ണിലേക്കാണ്. താൻ കണ്ട വിസ്മയങ്ങളെക്കുറിച്ചും തന്റെ അവസാന ദൗത്യത്തിലെ വെല്ലുവിളികളെക്കുറിച്ചും ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ സുനിത വില്യംസ് നമ്മോടൊപ്പം ചേരുന്നു. CNN ന്യൂസ് 18ന്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് നീതു രഘുകുമാറിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലേക്ക് കടക്കാം. Today we have a very special guest with us, astronaut Sunita Williams. Welcome, ma'am. So, how does it feel to be back in India, and how is Kerala? Yeah, it's great to be back in India. I've been looking forward to coming here to see people for a long time. I was a little bit occupied with a couple other things going on, both on the planet and off the planet, getting ready for my last flight. So, unfortunately, I haven't been here for a number of years. So, it was great to be able to come back. I was pretty excited. And Kerala is one of the places my father had talked about quite a bit, so I was really excited to be able to actually see Kerala for myself and experience, of course, the wonderful food that's here and the wonderful people. This is your first visit, and food is something which is, that has stuck out for you in Kerala. Of course, yes, of course. I haven't experienced everything yet, but I had a little taste of it when I was at a literary book festival in Sharjah in UAE, and some of the same people, same players were there, and I went to a restaurant there that was incredible. So I was excited to know that this is the birth of it, and I'm coming back here. What's your favorite so far that you have tasted?
I don't know. The little peppers that are in yogurt, I had those for the first time today. Those are pretty hot, but they're pretty awesome. But I know there's more to be had. I've just got here last night and I've been at the hotel, but I know there's other places in town that I need to check out. And then by the end of the week, I'll have a favorite. Going to your last mission, started off for 8 days, went on for 9 months. How was its situation at that time, and how did you cope with it, both mentally and physically? Yeah, so, me and the gentleman that I flew with, Butch Wilmore, both of us like to work out, so we had planned from the very beginning, as soon as we got there, we were going to start working out. And I'm really glad we did that, and under the anticipation of, we'd just be home pretty quickly, but we just wanted to, that's part of both of our routines. It set us up for a longer routine just to make sure that we were physically okay up there for 9 months, and I think that's always one of the best parts of the day, when you have the opportunity to get on the treadmill and get on the bike or lift weights, as we do every single day, to maintain our bone density and muscle mass. But it's just a nice time to actually have a little bit of a mental break of things that are going on. Obviously, needed a mental break. There was a lot going on last summer. The figuring out whether or not we were coming or going, that took a little while. We knew we were going to be up there longer than 8 days, pretty much as soon as the second day started, and we started having a little bit of problems. We knew those were problems that needed to be solved. We didn't know exactly how they were going to be solved or how they could be solved, and so that was the process over the summer. And it was fun at first, obviously, because I love being in space. That was great. But then, I wouldn't say indecision, but the decision-making process is very intricate. A lot of people have to understand the problem. A lot of people have to then understand the solution and whether or not that could happen or not. And as that process was playing out, of course, we're dragging along all of our family as well. And so just keeping them in the loop. We all had plans to come back and go on vacations or do things with Butch's kids or my mom, who's getting older, and so all of that sort of started weighing on, I think, both of us. I was actually relieved when the decision was made, and my family and friends were all super supportive. Made the phone call. I was a little bit nervous about it, like, okay, I think we're not coming back for another 6 months. They're like, okay, have a good time, just come back on a safe spacecraft and keep us informed. On my previous flights, I had written a journal like every week, so updated people on what's going on, and I was missing that I wasn't going to be able to do it this time, but obviously I got to be able to do that. At any point, did you feel helpless there? Not necessarily helpless, because there's hundreds, if not thousands, of people who are working on solutions. This problem is much bigger than ourselves. The whole space station program is much bigger than just me and Butch. We just happen to be the ones who are on that spacecraft in this time. So, how all of those spacecraft, as they're coming and going, interplay into the International Space Station's roles and responsibilities to our international partners, that's huge, right? So that's a lot of dedication by so many people, a lot of money, obviously, too. So we want to make sure all of that is being upheld. We knew that we were along for the ride with all of this, and we would be fine. You had said that once you went there to the International Space Station, first thing was to look for home, basically India and Slovenia, the homeland of your parents. So how did seeing Earth from space shape or reshape your relations back home with your family? How was it? Well, I think the best thing to do is share it, and to share it in such a way that people understand. One of the concepts I mentioned earlier today was like, this is a planet. 71% of it's water. We only occupy the little 28 point something whatever percent that's left as people, and some of that is a pretty harsh environments to live in. And it's sort of surprising to me that, where we live in an area around the equator, we all can't just sort of get along. And so having, the experience to not only see where people come from, but then picture all of the people and friends and family that I know down there, but then also thinking about globally about the rest of the population on the planet, and how my experience is very unique, and I'd like to share that with people so everyone could sit back for just a second and think about their role on this planet and how we should get along together. India is preparing for its Gaganyaan mission. How are you seeing India's space missions? Yeah, I think everything is up and coming. I'm so
happy for the things that have happened just recently with the Axiom 4. Captain Shukla was the pilot on that mission, so awesome. Our partnerships with the Indian Space Agency for sensors and spacecraft, getting ready to go back to the moon, that's awesome. So I think the Indian space program, the imagination is the limits, right? So whatever they want to do, it's great. I will be happy. I'll be cheering them along. I think partnerships with other agencies is just incredible. It allows us to do things that we never thought we could do on our own. So that's also part of all of this as well. And I hope the United States and India space programs will work together. So we see that India is expanding, there is expansion on the space program. So on an international level, are you seeing collaboration, especially between NASA and ISRO in the future? How do you think about it? Oh, absolutely. We have 5 major agencies that contributed to the International Space Station as we were doing all the agreements and then in the building of the space station. But we've had other people from other countries be part of the International Space Station. So I see that as an opening door for as many other nations as possible that want to be involved in this joint cooperation and exploration. I think it's really important. It goes right back to the concept that we just talked about. Like, this is one planet and we all come from here. So as we leave low Earth orbit and go farther on and explore our solar system, it seems right that we go as human beings. And just having everybody join in would be awesome. Do you have plans to go to the moon? I would love to go to the moon, but I think I'm passing that on to the next generation of astronauts who hopefully I've mentored a little bit and maybe gave them some good ideas, not too many bad ideas, and I'm excited for them to do that. We've heard that you love samosas, and then you have even taken a Ganesha when you went to the space station. What does it mean to you? Oh, these little artifacts from India, and including food, and artifacts from Slovenia, including food, have gone to space with me. I'm just sort of a representation of where I came from and what defines me, my parents and their cultures. I think you can't get away from that. And I don't want to, because I think that enriches the whole experience, and to share the space station, space exploration with those cultures was really meaningful and important to me. What's your post-retirement plans? Will we be seeing you more in India? That would be great. I hope so. Now time is on my schedule a little bit more. I get to decide where I'm going. Not that it was it was great being a NASA astronaut and doing the projects that I was assigned to do. I loved it, but now I have a little bit more free time to spend with family and friends, and that means coming to places like India and Slovenia. Any plans to collaborate with the space programs here in India? Not yet. We'll see what happens. We'll see. You have been inspiring a lot of young students, young scientists. Any word of advice to them, especially to young girls? Yeah, I mean, there's so many opportunities out there. Don't hesitate. Go for it. Just do it. And, part of it is I'm here at the Literary Festival in Kerala. Reading and understanding different concepts in different perspectives from different people and ideas is all put together in doing research, and that's what reading is all about. So I love it, and that's something that all girls and boys should be doing. 9 spacewalks. Can you tell us which one was most memorable for you? Probably the first of everything is most memorable, but my second to last one was pretty intense, just because my head was very close doing an operation next to our spacecraft that was bringing us home. And as we were waiting for that spacecraft to get there, that pristine spacecraft, I didn't want to be the one that wrecked it. So I was very conscientious of where it was. And then finally, my last spacewalk, which I mentioned a number of times, space exploration and spacecraft and rockets and science experiments seems very complicated. But sometimes the easiest solution is something very simple. We had to take a box off of a platform, and we ended up using a couple crowbars. So sometimes the simple instrument is the tool you need. Many of us, including me, heard your name first in general knowledge books while we were preparing for competitive exams, I should say. So this interview today is truly special. Thank you so much for speaking to CNN News 18. Thank you. My pleasure. നക്ഷത്രങ്ങളോളം ഉയർന്ന സ്വപ്നങ്ങൾ കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതായിരുന്നു സുനിത വില്യംസിന്റെ ഓരോ വാക്കും. ആകാശം തൊട്ട ആവേശത്തോടെ സുനിത വില്യംസ് പങ്കുവച്ച ഈ വാക്കുകൾ
ഓരോ മലയാളിക്കും ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ്. 9 മാസത്തോളം നീണ്ട തന്റെ അവസാന ബഹിരാകാശ ദൗത്യത്തിലെ അനുഭവങ്ങളും കേരളത്തിന്റെ രുചികളോടുള്ള പ്രിയവും വരും തലമുറയ്ക്കുള്ള അവരുടെ സന്ദേശവും ഈ അഭിമുഖത്തെ ഏറെ സവിശേഷമാക്കുന്ന ഒന്നാണ്. സാങ്കേതികവിദ്യ എത്ര വളർന്നാലും ലളിതമായ പരിഹാരങ്ങൾക്കാണ് പലപ്പോഴും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുക എന്ന അവരുടെ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ ആർജിച്ച അറിവുകളിൽ നിന്നും അവരുടെ നേരനുഭവങ്ങളിലേക്ക് എത്തുമ്പോൾ സുനിത വില്യംസ് എന്ന വ്യക്തിത്വം നമുക്ക് നൽകുന്നത് പരിമിതികളില്ലാത്ത ആത്മവിശ്വാസത്തിന്റെ പാഠമാണ്. കേരളത്തിന്റെ രുചികളെ സ്നേഹിക്കുന്ന ഗണപതി വിഗ്രഹത്തെയും സമോസയെയും ബഹിരാകാശത്തേക്ക് കൂടെ കൂട്ടിയ ആ വലിയ മനസ്സ് തന്റെ വേരുകളെ എത്രത്തോളം വിലമതിക്കുന്നു എന്ന് നാം കണ്ടു. വരും തലമുറയിലെ ബഹിരാകാശ സഞ്ചാരികൾക്കായി തന്റെ അനുഭവങ്ങൾ കൈമാറി വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന ഈ പ്രിയ നായികയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി GCC മേഖലയിൽ നിന്നുള്ള ഇന്നത്തെ ചില പ്രധാന വാർത്തകൾ പരിശോധിക്കാം. യുഎയിൽ നിന്നും കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ സർവീസ് നിർത്തലാക്കുന്നു. കൊച്ചി ദുബായ് റൂട്ടിലെ സർവീസ് മാർച്ച് 28 വരെ മാത്രം. മാർച്ച് 29 മുതൽ എയർ ഇന്ത്യക്ക് പകരം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തും. ദുബായ് ഹൈദരാബാദ് സർവീസും ഇതോടൊപ്പം നിർത്തലാക്കുന്നുണ്ട്. മുൻപും പലതവണ ഈ സർവീസ് നിർത്തലാക്കാൻ ശ്രമിച്ചിരുന്നു. നിലവിൽ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു എയർ ഇന്ത്യ സർവീസ് മാത്രമേ ഉള്ളൂ. ഇതാണ് നിർത്തലാക്കുന്നത്. അബുദാബി സിവിൽ ഡിഫൻസ് യോ ഹോം ഇസ് എ ട്രസ്റ്റ് സുരക്ഷാ ക്യാമ്പയിൻ ആരംഭിച്ചു. പൊതുസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനുള്ള സമൂഹ തയ്യാറെടുപ്പ് ഉയർത്തുന്നതിനുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായി അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റി യോ ഹോം ഇസ് എ ട്രസ്റ്റ് എന്ന ക്യാമ്പയിൻ ആരംഭിച്ചു. തീപിടുത്തം തടയുന്നതിനുള്ള മാർഗങ്ങൾ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷിത ഉപയോഗം, പുക കണ്ടെത്താനുള്ള ഉപകരണങ്ങളുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് താമസക്കാരെ ബോധവൽക്കരിക്കുകയാണ് ലക്ഷ്യം. അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്റർ ADNECയിൽ നടക്കുന്ന 7ാമത് അൺമാൻഡ് സിസ്റ്റംസ് എക്സിബിഷൻ യുമെക്സ് സിമുലേഷൻ ആൻഡ് ട്രെയിനിംഗ് എക്സിബിഷൻ സിംടെക്സ് 2026 എന്നിവ UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വ്യാഴാഴ്ച സന്ദർശിച്ചു. പ്രതിരോധ മന്ത്രാലയത്തിന്റെയും തവാസുൻ കൌൺസിൽ ഫോർ ഡിഫൻസ് എനേബിൾമെന്റിന്റെയും സഹകരണത്തോടെയാണ് ADNEC ഗ്രൂപ്പ് 2 പ്രദർശനങ്ങളും സംഘടിപ്പിച്ചത്. ടർബുലൻസ് മാനേജ്മെന്റും ക്രാഷ് ഫ്രീ ചരിത്രവും കാരണം ഇത്തിഹാദ് എയർവേസിനെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ എയർലൈനായി തിരഞ്ഞെടുത്തു. വ്യോമയാന അവലോകന സൈറ്റായ airlineratings.com പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ഇത്തിഹാദ് എയർവേസ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ എയർലൈനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു ഗൾഫ് വിമാന കമ്പനി 1ാം സ്ഥാനം നേടുന്നത് ഇതാദ്യമായാണ്. ബോർഡർ ടു സിനിമയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ വിലക്ക്. ദുരന്തറിന് ശേഷം സണ്ണി ഡിയോൾ നായകനായ ബോളിവുഡ് ചിത്രം ബോർഡർ 2 ഗൾഫ് രാജ്യങ്ങളിൽ റിലീസ് ചെയ്യില്ലെന്ന് റിപ്പോർട്ടുകൾ. ചിത്രത്തിലെ ചില ഉള്ളടക്കങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ സെൻസർ നയത്തിന് വിരുദ്ധമായതിനാലാണ് UAE, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിന് അനുമതി നൽകാത്തത്. വ്യാജ QR കോഡുകൾക്കെതിരെ ഷാർജ മുനിസിപ്പാലിറ്റി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പാർക്കിംഗ് പേയ്മെന്റുകൾ ഉൾപ്പെടെയുള്ള പൊതുസേവനങ്ങളുടെ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള QR കോഡ് അധിഷ്ഠിത തട്ടിപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഷാർജ സിറ്റി മുനിസിപ്പാലിറ്റി താമസക്കാർക്കും സന്ദർശകർക്കും അടിയന്തര മുന്നറിയിപ്പ് നൽകി. മുനിസിപ്പൽ ഇടപാടുകൾ സുഗമമാക്കുമെന്ന് അവകാശപ്പെടുന്ന അനധികൃത QR കോഡുകൾ സ്കാൻ ചെയ്യുന്നതോ സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോ ഒഴിവാക്കണമെന്ന് മുനിസിപ്പാലിറ്റി ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കിട്ട പൊതുജന അവബോധ മുന്നറിയിപ്പിൽ പറയുന്നു. ദുബായ് മുനിസിപ്പാലിറ്റി ദുബായിലെ ചില പാർക്കുകളിലും ബീച്ചിലും കണ്ടെയ്നർ ശൈലിയിലുള്ള ജിമ്മുകൾ ആരംഭിക്കുന്നു. നഗരത്തിലെ പൊതുമേഖലയിൽ സജീവമായ ജീവിതശൈലി അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഔട്ട്ഡോർ സ്ഥലങ്ങളിൽ മോഡ്യുലർ ഫിറ്റ്നസ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. കണ്ടെയ്നർ അധിഷ്ഠിത ജിമ്മുകൾ പ്രവർത്തിപ്പിക്കാൻ താൽപ്പര്യമുള്ള നിക്ഷേപകർ, താമസക്കാർ, പൗരന്മാർ, സ്വകാര്യ കമ്പനികൾ എന്നിവർക്കായി ദുബായ് മുനിസിപ്പാലിറ്റി അപേക്ഷകൾ ക്ഷണിച്ചു. സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജനുവരി 25 മാറ്റങ്ങളും പുതിയ മുന്നേറ്റങ്ങളും നിറഞ്ഞ വാർത്തകളാണ് നാം ഇന്ന് കണ്ടത്. ഈ മാറ്റങ്ങൾ എന്നും പുതിയ അവസരങ്ങൾക്കും മെച്ചപ്പെട്ട സൗകര്യങ്ങൾക്കുമാണ് വഴി തുറക്കുന്നത്. എയർ ഇന്ത്യയുടെ പുതിയ തീരുമാനങ്ങളും ഭരണകൂടം നടപ്പിലാക്കുന്ന സുരക്ഷാ മുൻകരുതലുകളും പ്രവാസികളുടെ യാത്രകളും ജീവിതവും കൂടുതൽ സുരക്ഷിതവും സുഗമവുമാക്കാൻ സഹായിക്കട്ടെ. എയർ ഇന്ത്യയുടെ പുതിയ തീരുമാനങ്ങളും ഭരണകൂടം നടപ്പിലാക്കുന്ന സുരക്ഷാ മുൻകരുതലുകളും പ്രവാസികളുടെ യാത്രകളും ജീവിതവും കൂടുതൽ സുരക്ഷിതവും സുഗമവുമാക്കാൻ സഹായിക്കട്ടെ. സുരക്ഷയുടെ കാര്യത്തിലും സാങ്കേതിക വളർച്ചയിലും ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇത്തരം വാർത്തകൾ നമുക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. നിയമങ്ങൾ പാലിച്ച് ജാഗ്രതയോടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം.
ഭൂമിയിലെ അധികാര വടംവലികളെക്കുറിച്ചും ഇറാൻ നിഴൽ ഭരണത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. ഒപ്പം കാനഡയും അമേരിക്കയും തമ്മിലുള്ള രാഷ്ട്രീയ യുദ്ധവും നമ്മൾ കണ്ടു. പക്ഷേ ഇവയ്ക്കെല്ലാം ഇടയിൽ സുനിത വില്യംസിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ. നമ്മൾ എവിടെ നിന്ന് വന്നവരായാലും ഏത് രാജ്യക്കാരായാലും മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ലോകം ഒന്നാണ്. ഭൂമിയിലെ അതിർവരമ്പുകൾക്കും രാഷ്ട്രീയ പോരുകൾക്കും അപ്പുറം മനുഷ്യത്വത്തിന്റെ വലിയൊരു ലോകമുണ്ടെന്ന തിരിച്ചറിവോടെ ഇന്നത്തെ ലോകം ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.